നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടാകുമോ എന്നറിയാനാണ് ഇന്നത്തെ ദിവസം ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ബ്രസീലിലെ സമയം. വൈകിട്ട് 5 മണിക്കാണ് ബ്രസീൽ ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപനം കാർലോ അഞ്ചലോട്ടി നടത്തുന്ന ചടങ്ങ് ആരംഭിക്കുന്നത്. അത് വമ്പൻ പരിപാടിയാണ്. മ്യൂസിക് കൺസേർട്ട് ഒക്കെ ഉണ്ടായിട്ട് ഒരു വലിയ പരിപാടിയാണ്. വൈകിട്ട് 5 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞാൽ 5 മണിക്ക് സ്ക്വാഡങ്ങ് പ്രഖ്യാപിക്കുമെന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 1:30ക്കാണ് എന്ന കാര്യം കൂടി ഓർക്കണം. ഏതായാലും ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നെയ്മറോട് തന്നെ അത് ചോദിക്കുന്നു. ഇന്നലെ ക്വാററ്റിബക്കെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമോ? നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിൻ്റെ ഉത്തരം പറയാൻ എനിക്കാവില്ല. അത് പറയേണ്ടത് കാർലോ അഞ്ചലോട്ടിയാണ്. കാർലോ അഞ്ചലോട്ടിയാണ് അത് തീരുമാനിക്കുക. ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അഞ്ചലോട്ടിയാണ്. പിന്നെ ദേശീയ ടീമിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം, അത് ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു. ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. ആളുകൾ എനിക്ക് അത്രയധികം പോസിറ്റീവായിട്ടുള്ള മെസ്സേജസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പോസിറ്റിവിറ്റിയിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കും സഫറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ, എൻ്റെ കരിയറിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കൂടി നമ്മൾ എത്തുന്നു. അദ്ദേഹം ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് പറയുകയാണ്, നാളത്തെ ദിവസം എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. വളരെ ക്ലിയറാണ്. ഞാൻ ആങ്ഷ്യസ് ആണ്, ഞാൻ ആകാംക്ഷയിലാണ്, ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യുന്നു ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനത്തിന് എന്നാണ് നെയ്മർ പറഞ്ഞത്. ചുരുക്കത്തിൽ നെയ്മർക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിച്ചിട്ടില്ല. ചില ബ്രസീലിയൻ സോഴ്സുകളൊക്കെ അദ്ദേഹം ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൺഫേംഡ് ആണെന്ന് പറയുന്നത്. പക്ഷേ അത് തന്നെയാണ് സാധ്യത എങ്കിൽ പോലും നെയ്മർ ആങ്ഷ്യസ് ആണ് എന്ന് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.